ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ആര്യദേവി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോൺസിലൈറ്റിസിനെ കുറിച്ചിട്ടാണ്. ടോൺസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൻ്റെ ഉൾഭാഗത്തായിട്ട് കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രന്ഥികളും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഇതുവഴിയാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് ഈ രണ്ട് ഗ്രന്ഥികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോൺസിലൈറ്റിസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം. അപ്പോൾ ഈ ഗ്രന്ഥികൾക്ക് വരുന്ന നീർക്കെട്ടിന് പറയുന്ന പേരാണ് ടോൺസിലൈറ്റിസ്. ടോൺസിലൈറ്റിസ് വരുന്ന സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുന്നത് തൊണ്ടവേദന, കഠിനമായിട്ടുള്ള തൊണ്ടവേദന, തൊണ്ടയിൽ നമുക്കൊരു നീറ്റൽ പോലെ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ. നമുക്ക് വെള്ളമാണെങ്കിലും ആഹാരമാണെങ്കിലും കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഉമിനീര് ഇറക്കുമ്പോൾ തന്നെ നല്ല കഠിനമായിട്ടുള്ള വേദന, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. അതിൻ്റെ കൂടെ തന്നെ പനി ഉണ്ടാവാം, നല്ല ദേഹം വേദന, നല്ല ക്ഷീണം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോൺസിലൈറ്റിസിലെ നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യുന്നതും ചുക്ക് കാപ്പി ഒക്കെ കുടിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻ ഒന്ന് കുറയാനും വേദനയൊക്കെ ഒന്ന് വേഗം മാറാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ വെള്ളത്തിൽ തുളസിയില ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുന്നതും എല്ലാം നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു വേദനയും നീർക്കെട്ടുമൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരികയാണ്, തൊണ്ടവേദന വന്നിട്ട് മാറാതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ സർജറി തന്നെ ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട്. ഈ രണ്ട് ഗ്രന്ഥികളുടെ ഫങ്ഷനെ പ്രതിരോധ ശക്തി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് ഈ ഒരു നീർക്കെട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇമ്മ്യൂണിറ്റീനെ കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റീനെ നമ്മൾ വീണ്ടും സ്ട്രോങ് ആക്കാനായിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രണ്ട് ഗ്ലാൻഡിനെ, ഇതിന് ഫങ്ഷൻ ഉണ്ടല്ലേ, വെറുതെ അല്ല നമ്മുടെ ശരീരത്തിൽ ഈ രണ്ട് ഗ്ലാൻഡുകളുള്ളത്. അപ്പോൾ ഈ രണ്ട് ഗ്ലാൻഡിനെ എടുത്ത് മാറ്റുന്നതിന് പകരം അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. നമുക്ക് സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്